ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ രാത്രിയായപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് വന്നതാണ് കേട്ടോ. ഞാൻ ഇന്നലെ നോട്ടിട്ട് വെച്ച് പോയിട്ടുണ്ടായിരുന്ന ഒരു ഐസ്ക്രീം വണ്ടി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഐസ്ക്രീം മേടിച്ച് കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഈ വണ്ടി കാണുകയാണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ മേഖലകളായിട്ട് എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നു. അത്ര നേരം ഉറങ്ങിക്കൊണ്ടിരിക്കണതിനെ തക്കുടുതേ ഇപ്പം നോക്കിയപ്പോൾ അപ്പൻ്റെ തോളത്തിരുന്നിട്ട് തുള്ളുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. ബാക്കി പള്ളിയുടെ വിശേഷങ്ങളൊന്നും എടുത്തില്ല. നോക്കിയപ്പോൾ നമ്മുടെ ആട്ടം, ഈശ്വരാ, എൻ്റെ മനസ്സിലെ ലഡ്ഡു പൊട്ടി. ഈ പോകുന്നത് എൻ്റെ ആങ്ങളയല്ലേ. ആട്ടത്തിൻ്റെ ആ ഒരു ജാഗ്രതയിൽ ഞാൻ എൻ്റെ ആങ്ങളേനെ പോലും കണ്ടില്ല ഗൈസ്. അങ്ങനെ അവരുടെ വീഡിയോ നമുക്ക് കാണാം. നമ്മുടെ ഫ്രണ്ടിലെത്തിയപ്പോൾ അവർ നിർത്തി കൊട്ടിയിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ ക്യാമറ ഷെയ്ക്ക് ആവണമെന്ന് എന്താണെന്നറിയോ, ഇവരുടെ ഈ ഒരു കൊട്ടി കേട്ടിട്ടേ എന്താ പറയുക, നമുക്ക് തുള്ളണം എന്ന് തോന്നും. പക്ഷേ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. എനിക്കൊരു കംഫർട്ട് സോൺ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അങ്ങനെ തുള്ളാറുള്ളൂ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് അങ്ങോട്ട് നീങ്ങിയപ്പോൾ പൂപ്പറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നാസിക് ഡോളിൻ്റെ ആയിരുന്നേ. ഇത് ഏത് മേഖല എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാലോ. ഇന്ദിരസാല ഇത് വീണ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മെയിനായിട്ടുള്ള നാസിക് ഡോള് വന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ശബ്ദമായിരുന്നു ഇത് കേൾക്കാനായിട്ട്. ഞാൻ എന്താ പറയുക, വീഡിയോ എടുക്കാണല്ലോ എന്ന് വിചാരിച്ചു ഒരു ചെവി പൊത്തി പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ മൊത്തം എടുത്തത്. കൂട്ടുകാരനെ വഴിതെറ്റി പോകാണ്ട് പിടിച്ചു വലിച്ച ആ ചങ്ങാതിയുടെ മനസ്സാരും കാണാണ്ട് പോരുത് കേട്ടോ. ഇവരും കറക്റ്റ് നമ്മുടെ ഫ്രണ്ടിലെത്തിയപ്പോൾ നിന്ന് കൊട്ടിയിട്ടാ. അടിപൊളിയായിരുന്നേ. അങ്ങനെ വീടൊക്കെ എത്തിയിട്ട് 2025 പെരുന്നാൾ ആഘോഷപൂർവ്വം ഒരു കേക്ക് മുറിച്ചിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടാ. അപ്പം എല്ലാവർക്കും നമ്മുടെ ഫാമിലിയുടെ വക പുതുവത്സര ആശംസകൾ നേരുന്നു. എല്ലാവരുടെ മനസ്സിലാഗ്രഹങ്ങളും പൂവണിയട്ടെ, സഫലമാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പുതിയ വർഷം കാണാം കേട്ടോ.